ഹലോ, ചങ്ങാതിക്കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കൊടുങ്ങല്ലൂർക്ക് പോകാനായിട്ട്. അപ്പോൾ കുട്ടികളൊന്നും നീച്ചിട്ടില്ല കേട്ടോ. ഏട്ടനും ഞാനും മാത്രമേ നീച്ചിട്ടുള്ളൂ. ഇനി കുളിക്കാനായിട്ട് വെള്ളം വെക്കണം അവർക്ക്. അതിനുശേഷം നീപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 5 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അവരാകുമ്പോഴേക്കും പോകാമെന്നാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ നീക്കിയോ എന്താണെന്ന് അറിയില്ല. ഞായറാഴ്ചയല്ലേ അവർക്ക് ലീവ് ഉണ്ടാവുള്ളൂ, ട്യൂഷനൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് നേരത്തെ നീക്കേണ്ടേ. അപ്പോൾ കണ്ണന് ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞു ഇപ്പോൾ ഇന്നലത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി ഇതാ ഞങ്ങൾ പോകാനായിട്ട് നിൽക്കണം കേട്ടോ. 6:30 എന്ന് പറഞ്ഞു. 6:45 കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. കിച്ചു എഴുന്നേക്കാനാണ് കേട്ടോ കുറച്ച് നേരം വൈകിയത്. കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം അവനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കുളിക്കാനായിട്ട് പറഞ്ഞയപ്പിച്ചു കേട്ടോ. കുറേ ആയിട്ടാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കൊക്കെ പോയിട്ട്. ഇപ്പം ബുധനാഴ്ച മുതൽ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ തുടങ്ങും. അപ്പോൾ പിന്നെ തീരെ പോകാനൊന്നും പറ്റില്ല. പിന്നെ വെക്കേഷൻ സമയത്ത് രണ്ടാളും ടൂറ് പോവാണ് കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അത് കാരണം ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്കൊരു ഒഴിവ് കിട്ടിയപ്പോൾ പോയതാണ്. തൃപ്രയാർ എത്തിയപ്പോൾ തന്നെ പൊന്നൂസിന് വിശപ്പ് തുടങ്ങിയിട്ടാണ്, വയറ് വേദനിച്ചിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് എത്താനായിട്ട് മുന്നേ ഒരു ആര്യാസ് ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ എത്തിയപ്പോഴും പൊന്നൂസിന് വാശി പിടിച്ചിട്ട് ഇരിക്കുക കേട്ടോ, വയറ് വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, മണ്ഡലകാലമല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയിട്ട് വരുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ പിന്നെ കുട്ടികൾ വാശി പിടിക്കും. അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പൊന്നൂസിന് മസാല ദോശ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മസാല ദോശ തന്നെ എല്ലാവരും പറഞ്ഞത്. കിച്ചുവിന് മാത്രം ചപ്പാത്തിയാണ് കേട്ടോ. കിച്ചു മസാല ദോശ തന്നെ പറയാറ് കേട്ടോ. ഇന്ന് പറഞ്ഞു എന്നും മസാല ദോശയല്ലേ നമ്മൾ പുറത്ത് പോകുമ്പോൾ കഴിക്കുക, അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ അവൻ ചപ്പാത്തി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മസാല ദോശയും കിച്ചുമോനും ചപ്പാത്തിയും വന്നു കേട്ടോ. മസാല ദോശ അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് ആ ദോശയേക്കാളും കുറച്ച് വലിപ്പമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മസാല ദോശ ഒന്ന് കഴിച്ചതിന് ശേഷം കണ്ണം പറഞ്ഞു ഒരു ചപ്പാത്തിയും കൂടിയും ഏട്ടൻ മേടിച്ചു കൊടുത്തുട്ടോ രണ്ടാൾക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ചട്നിയാണ് അവിടുത്തെ അടിപൊളിയായിട്ടുള്ളത് കേട്ടോ. ചട്നി നല്ല കട്ടിയായിട്ടുള്ള ചട്നിയാണ് കേട്ടോ. പിന്നെ ചമ്മന്തി അങ്ങനെ. പിന്നെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ സ്വാമിമാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഏട്ടൻ അന്നദാനത്തിന് എന്തോ സംഭാവന കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. നീണ്ട വരിയാണ് കേട്ടോ. അപ്പോൾ ആ വരിയിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ പോയിട്ട് പൊന്നൂസിന് മുല്ലപ്പൂ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് തലയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ മുല്ലപ്പൂ. പൊന്നൂസിന് മുല്ലപ്പൂ തലയിൽ വയ്ക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എവിടെ പോയാലും അവൾക്കത് മേടിച്ച് തലയിൽ വെച്ച് കൊടുക്കും കേട്ടോ. അമ്പലത്തിലേക്ക് കയറി വരുന്നിടത്ത് തന്നെ അമ്മമാരും കുട്ടികളും പിന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് താലപ്പൊലിയോട് അനുബന്ധിച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കണ്ടിരുന്നു. അത് കുറച്ച് നേരം കണ്ടു നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തൊഴുത് ഇറങ്ങിയിട്ടാണ്. പിന്നെ പ്രസാദം മേടിക്കാനും അരവണ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രസാദം കിട്ടി കേട്ടോ. അതിവിടെ നമുക്കിങ്ങനെ പുഷ്പാഞ്ജലി എന്നൊക്കെ എത്ര പുഷ്പാഞ്ജലി കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർ നമുക്ക് പ്രസാദം തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേന്ത്രപ്പഴം പിന്നെ മലരില്ലേ, അതാണ് അവിടുത്തെ പ്രസാദം കേട്ടോ. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങളിത് അവിടെ ഇങ്ങനെ ആൽമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ തിട്ടിൻ്റെ മുകളിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ വെടിപഴിപാട് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിപ്പിച്ചിട്ട് കിച്ചുമോനും ഏട്ടനും കൂടി വന്നതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങളിവിടെ തൊഴാനുണ്ടായിരുന്നു, അവിടെയൊക്കെ തൊഴുതു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അതിനിടയിൽ അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അതിനിടയിൽ ഇവിടെ ഗംഭീര ചർച്ച കേട്ടോ, പൊന്നൂസിന് കളിസാധനം മേടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ പൊന്നൂസിനും കിച്ചുമോനും കണ്ണനൊക്കെ വേണ്ടതൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളിതാ അവണേങ്കാട്ടേക്കാണ് കേട്ടോ പിന്നെ വന്നത്, അവിടെ തൊഴാനായിട്ട്. ഇവിടെയൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറേ ആയിട്ടാ ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്ഥലമില്ലാത്ത കാരണം വേറൊരു സ്ഥലത്താട്ടാ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഏട്ടൻ പോയത്. അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് നടന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കുട്ടികളും കൂടി ഇങ്ങോട്ട് നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തൊഴുതു, പിന്നെ ഇവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നിട്ട് തൊഴാനായിട്ട് നോക്കുമ്പോൾ നട അടച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ തൊഴാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിനിടയിൽ പൊന്നൂസിന് വെള്ളം ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വെള്ളമൊക്കെ കൊടുത്തു ഞങ്ങൾ. പിന്നെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞു അവർക്ക് വരി നിൽക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് അന്നദാനം കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന വഴിക്കാട്ടോ കഴിച്ചത്. ഏട്ടൻ തൊഴുതിറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളിതാ പോന്നു കേട്ടോ. തൃപ്രയാറിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനും കിട്ടി. പിന്നെ കുറച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കോളിഫ്ലവറിൻ്റെ ഗോബി മഞ്ചൂരി ഉണ്ടല്ലോ, അതാണ് അമ്മയ്ക്ക് ഓർഡർ ചെയ്തിട്ടാണ്.
ഞങ്ങളിതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഒരു പ്ലേറ്റൊക്കെ കൊടുന്നു തന്നത്. അത്രയധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹോട്ടലിൽ. പിന്നെ ഇതാ പ്ലേറ്റൊക്കെ കൊടുന്നു തന്നതിന് ശേഷം അവരിതാ ഏട്ടൻ ഫോണ് കാണാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ പിന്നെ ഗ്ലാസ് കൊടുന്ന് വെച്ചു, വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോഴേക്കും പിന്നെ ഫുഡൊക്കെ വന്നു കേട്ടോ. അമ്മയ്ക്ക് ഇതാ ചപ്പാത്തി ഗോബി മഞ്ചൂരിയനും കൊടുന്നു. പിന്നെ ഞങ്ങളിതാ 4 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ വന്നു, ബിരിയാണിയൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ടൂർ പോകുമ്പോഴേക്കും ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ കുന്നംകുളത്തുള്ള ട്രെൻഡ്സിൽ കയറി കേട്ടോ. അപ്പോൾ ഇവർക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് വെറൈറ്റി ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇടാൻ പറ്റിയതൊക്കെ. അപ്പോൾ ഒന്നും മേടിച്ചൊന്നുമില്ല, എല്ലാം ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെ കളക്ഷനുകളൊന്നും ഇല്ല കേട്ടോ, തീരെ കുറവാണ്. അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങോട്ട് തിരിച്ച് പോന്നു. പിന്നെ വേറെ എവിടെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു, വേറെ ഒരു ദിവസം. ഇതിലിരുന്നിട്ട് എല്ലാവർക്കും വയ്യാതെ ഇട്ടാ. അപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടാ. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കണം, തീരെ വയ്യ, എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ വെക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ കേട്ടോ. കുറച്ച് നേരം കിടന്നതിന് ശേഷം എഴുന്നേറ്റ് ഇട്ടാ. അപ്പോൾ അത് അരവണ ഇരിക്കണം. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികൾക്കും അമ്മയ്ക്കും പിന്നെ ഏട്ടനൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇട്ടതുണ്ടായിരുന്നു, വന്നതും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയിട്ടു. തുടയ്ക്കാനുണ്ടായിരുന്നു, തുടച്ചു. പിന്നെ ഇപ്പോൾ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. ഇത് റേഷൻ അരി വയ്ക്കാനാണ് കേട്ടോ. കുറച്ച് നല്ല അരി ഇട്ടത് വെച്ച് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അത് കണ്ണനും ഏട്ടനും കഴിക്കാനാണ് കേട്ടോ. അവരിത് കഴിക്കില്ല. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വറക്കണം. അപ്പോൾ റേഷനരി ഇതിലിടാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം ചൂടായിട്ട് വേണം അരി നന്നായിട്ട് കഴുകിയെടുക്കാൻ. അപ്പോൾ വെള്ളം ചൂടാവട്ടെ കേട്ടോ. വെള്ളം നന്നായി ചൂടായപ്പോൾ അരിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിയൊക്കെ കഴുകിയെടുത്തിട്ട് ഒരു 3-4 വട്ടം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായി ചൂടായപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വയ്ക്കാനായിട്ട് ഞാൻ മോര് കാച്ചാന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കടുകും ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളക് പൊട്ടിച്ചതും ചുവന്നുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം. നല്ല കട്ട തൈര് മേടിച്ചിട്ടുണ്ട്, അത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മോര് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോര് കാച്ചലാട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ കുട്ടികൾ പഠിക്കുന്നിടത്തേക്ക് ഒന്ന് പോയി നോക്കിയിട്ടാ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ.